മാമ്പഴ സീസൺ ആയാലും നമ്മളെ വീട്ടിൽ പല ഐറ്റം മാമ്പഴം കൊണ്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കടുമാങ്ങ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. അരി നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അരി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മാങ്ങൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ. തോലോടക്കും കട്ട് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത് വെച്ച മാങ്ങ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. എരിവിന് പാകത്തിനുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ശർക്കര മെൽറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്തിരിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടോ. മൂടി വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഈ മാങ്ങ ഒന്ന് കുക്കായി വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ തരിയോടൊക്കെ പൊടിച്ചെടുക്കണം കേട്ടോ. ഈ പൊടിച്ചു വെച്ച അരി നമ്മൾ കുക്കായി വന്ന മാങ്ങയിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ ഈ പൊടിച്ച അരി ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അങ്ങോട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊന്ന് വറവിടണം. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഈ കടുമാങ്ങയിലേക്ക് ഈ കടുക് പൊട്ടിച്ചും കൂടി ആഡ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളെ കടുമാങ്ങ ഇവിടെ റെഡി ആയിക്കണം. ചോറിലേക്ക് ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.